ബഷീറേ. ഓ എന്താ പറഞ്ഞേ? അലിയായിരിക്കുന്ന കേറി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. തേങ്ങ കുറവാണല്ലോ ബഷീറേ. ആ ഒരു പണിക്കാരനെ വെച്ച് ആ തെങ്ങിന്റെ തടം തുറന്ന് കുറച്ച് വളവിട്ട് കൊടുത്ത അടുത്ത മഴക്കാലാവുമ്പേക്ക് നീ നോക്കിക്കോ, തെങ്ങ് നല്ല ഉഷാറാവും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിരിക്കുക. ഇപ്പൊ പണിക്ക് പറ്റിയ നല്ല സമയം. കരിക്ക്. അൽഹംദുലില്ലാ. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ആ കുട്ടിയോളെ രണ്ടിനെയും സമയാസമയത്ത് നിക്കാഹ് കഴിച്ചു കൊടുത്തോണ്ട് അനക്ക് അവരെ കുറിച്ച് ഒരു ബേജാറുമില്ല. അല്ല, ഇവിടത്തെ മൊഞ്ചത്തി എവിടെ? ഞാനിവിടെ ഉണ്ടേ. മാമയ്ക്ക് ചായക്ക് പഞ്ചാരക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് മാമയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇട്ടോളി, പഞ്ചാര നല്ലോണം ഇട്ടോളി. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. നിക്ക്. അന്റെ മോന്തൊക്കെ എന്താ പറ്റിയേ? അത് കടലമാവാ, വെളുക്കാൻ വേണ്ടി തേച്ചതാ. ഓൾ ഓരോ കോപ്പറങ്ങൾ കാണിക്കണേ എനിക്കാ. പിന്നെ കടലമാവൊക്കെ മോന്തയ്ക്ക് ഇട്ടപ്പോ വെളുക്കാൻ പോവല്ലേ? ഓളിട്ടോട്ടേന്ന്. ഉമ്മ നിങ്ങള് കഴിക്ക. ഇത് ഈ ഉണ്ടാക്കിയതാ? ആ ചോറായി. ബഷീറേ, ഞാൻ വന്നത് അനക്കറിയാലോ, എനക്കല്ലറ ചില്ലറ കല്യാണ പരിപാടിയൊക്കെ ഉണ്ട് എന്ന്. ഇടങ്ങാറുണ്ടാക്കാത്ത ആലോചന വന്നാൽ മാത്രമേ ഞാൻ എടുക്കൂ. നമ്മുടെ ആമീറെ കണ്ട് പൂതി വരുത്തൊരു ചെക്കൻ വന്നിട്ടുണ്ട്. ആ ഓനെപ്പറ്റി ഓൻ്റെ കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല മെനയുള്ള കൂട്ടിരുന്ന അറിഞ്ഞത്. ചെക്കൻ ഫോട്ടോഗ്രാഫറാ, ദുബായിൽ. നമ്മുടെ ആമീറക്ക് ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? ആമീറൊക്കെ പ്രായമായപ്പോ ഞാൻ അവക്കൊരു സമ്മാനം കൊടുത്തിരുന്നു. ഓളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു ആ സമ്മാനം. അത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അത് തന്നെ ആയിരിക്കും എന്നാ എൻ്റെ വിശ്വാസം. ഓക്കൊരു കുടുംബം വേണമെന്ന് തോന്നുമ്പോൾ ഓള് തന്നെ പറയട്ടേക്ക്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പെൺകുട്ടികളും അവരുടെ ജീവിതം ആസ്വദിക്കണം. നമ്മളായിട്ട് എന്തിനാ അവരുടെ ചെറുകൾ കിട്ടുന്നത്? ഇത് മാമയ്ക്ക്, ഇത് വാപ്പിക്ക്. നിങ്ങൾ മിണ്ടലും പറയലും കഴിഞ്ഞിട്ട് വാപ്പിയുടെ ബോംബെ ചിക്കനും കൂട്ടി നല്ല ചൂട് കപ്പയും കഴിച്ചിട്ട് പോയാ മതി. ബോംബെ ചിക്കനാ? ആ ഏറെ ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ട് കേൾക്കുന്നത് ബോംബെ ചിക്കൻ. ഇവിടെ ഒരാള് ബോംബെന്ന് കണ്ടുപിടിച്ച ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി നോക്കിയതാ. ആണോ ബഷീരെ? എന്നാ ബഷീറിന്റെ ബോംബെ ചിക്കനും കൂട്ടിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോളെടുത്ത് വെച്ചോ. ശരി. സന്തോഷം. എൻ്റെ പുറയിൽ ഈ സന്തോഷമൊക്കെ ഇല്ലാണ്ടായിട്ട് 3-4 കൊല്ലായിടും. ഈ പറഞ്ഞതാ അതിൻ്റെ ശരി. കുട്ടികൾ വഴക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ചുറ്റോടി നടന്നാലേ പൊരയൊരു പൊരയാവും. സ്വന്തം പുരയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യമൊന്നും ഓർക്ക് മറ്റൊരിടത്തും കിട്ടൂല. ഇനിയൊരു പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കി ഓള് പറയണ സമയത്ത് കെട്ടിച്ചയക്കാൻ എനിക്കിനി കുട്ടികളൊന്നും ഇല്ലല്ലോ ബഷീറേ. നമ്മുടെ ആമിറെ അങ്ങനെ കെട്ടിച്ചാൽ മതി. അതാ എൻ്റെ ശരി.
അന്നെ ഇന്നലെ കാണാൻ വന്ന ചെക്കൻ എങ്ങനെയുണ്ട്? ആളെ കാണാൻ വല്ല രസമൊന്നുമില്ല, പക്ഷെ പട്ടാളത്തിലെച്ചി ഞാൻ സമ്മതിച്ചു. പണ്ട് എനിക്ക് പട്ടാളക്കാരന്റെ ജീവനാ, പിന്നെ ആക്കല്ല പൊക്കമുണ്ട്. മോളെ കോഴിക്കുള്ള അപേക്ഷ അകത്ത് കൊടുത്താൽ മതി. മാതാട്ടാ ഈ പഴം നല്ലപോലെ പഴുത്തോ? അത് കലക്കി. ഈ അതിന്നല്ലടോ 4-5 പഴം കഴിച്ച് പള്ള വീർപ്പിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, 1 കിലോ എടുത്തോ. ആയിക്കോട്ടെ. മാധവേട്ടാ, ഓ സൂയിപ്പിന്റെ ഒരു നാരങ്ങ സോഡ എടുത്തേ. ആയിക്കോട്ടെ. റിയാസ് അല്ലേ? ആ ഞാനാ ഇന്നലെ നിങ്ങളെ വീട്ടിലോട്ട് അലിയാരി കാക്കനെ അയച്ചത്. തോന്നി. ദുബായിലാണ്, ഇപ്പോൾ 6 മാസത്തെ ലീവിന് വന്നതാ. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ലീവിന് നിക്കായിക്കണമെന്ന് പുറയുള്ളവർക്ക് ഒരേ വാശി. അതാ എന്റെ ദൈവമേ, നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. എന്റെ മോളെ 2 മാസം എന്നോട് ഇത് തുറന്നു പറയാൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. 2 മാസോ? ആ 1-2 ആഴ്ചയായിട്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. 2 മാസമായിട്ട് പറയലുണ്ട്. തെളിവുണ്ടേ, 1 മിനിറ്റ്. ഗ്ലാസ് ഗ്ലാസ് കൊള്ളാല്ലേ? ഇതൊക്കെ എപ്പോ? കുഴപ്പമില്ലാത്തൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എനിക്കിതൊക്കെ സിമ്പിളാണ്. ഫോട്ടോ ഒക്കെ നല്ല മൊഞ്ചായിട്ടുണ്ട്, പക്ഷെ കല്യാണത്തിനൊന്നും ഇപ്പൊ ഒരു മൂടില്ല. അഥവാ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ മാധവേട്ടാ? അതെ മോളെ, വലിയ തെറ്റില്ലാതെ ഏക്കന. വലുതല്ല, ചെറിയ തെറ്റുമില്ല. ഇവന്റെ കാര്യം. എനിക്ക് ഈ ഫോട്ടോസ് വാട്സപ്പ് ചെയ്ത് തരൂ. ഓ തരാമല്ലോ. നമ്പർ? നമ്പർ എൻ്റെ കയ്യിലുണ്ട്. 9465549365 അല്ലേ? എങ്ങനെ? അതൊക്കെ നേരത്തെ സെറ്റാക്കിയായിരുന്നു. പിന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവനെ വിളിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് വെച്ചോ.